കോൺഗ്രസിനെ തകർക്കുവാൻ നോക്കുന്നവരുടെ ഒളിയമ്പുകളെ വാളും പരിചയമായിട്ട് പ്രതിരോധിക്കുകയാണ് കെ മുരളീധരൻ. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പില്ല എന്ന കെ മുരളീധരൻ തുറന്നടിക്കുകയാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താൻ ശ്രമിക്കുമ്പോഴാണോ ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. ഓരോ നേതാക്കൾക്കും ഓരോരോ അഭിപ്രായമുണ്ടാകും. എല്ലാ അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചാണ് OJ ജനീഷിനെ അധ്യക്ഷനാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തർക്കം മുറുകുകയാണ് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. പക്ഷേ അബിൻ വർക്കി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് കോൺഗ്രസിനുള്ളിൽ അങ്ങനൊരു തർക്കമേ ഇല്ല എന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. അധ്യക്ഷനാകാത്തതിലെ അതൃപ്തി പരസ്യമാക്കും എന്ന് സൂചനകളായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷേ പൊടുപ്പും തൊങ്ങലും വെച്ച് മാധ്യമങ്ങൾ പറഞ്ഞതിനെല്ലാം ഒറ്റയടിക്ക് അബിൻ വർക്കി തകർത്ത് കളഞ്ഞു. ഇന്നലെയാണ് OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് പ്രഖ്യാപിച്ചത്. അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയായിട്ടും നിയമിച്ചിരുന്നു. എന്നാൽ അബിനെ ഒതുക്കിയെന്നാണ് ഐ ഗ്രൂപ്പിന്റെ പരാതി. ഇതൊക്കെ വെറുതെ കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്ന് നേതാക്കൾ പറഞ്ഞു വെക്കുമ്പോൾ മാധ്യമങ്ങൾക്കും അത് പ്രതീക്ഷിച്ചിരുന്ന പലർക്കുമുള്ള അടിയാണ് കിട്ടുന്നത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ച വിഷയത്തിലും മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകനെ ED എന്തിനാണ് ഭയക്കുന്നത്? സമൻസ് എങ്ങനെ ആവിയായി പോയി എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചോദ്യം. കൂടാതെ വിശ്വാസം സംരക്ഷിക്കാനുള്ള യാത്രയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണെന്നും അക്കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കെ മുരളീധരൻ തുറന്നടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. പുതിയ പ്രസിഡന്റ് വന്നു, പുതിയ സംവിധാനങ്ങൾ വന്നു. പുതിയ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കും. മാത്രമല്ല, വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ പുതിയ നേതൃത്വത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും. ഏതായാലും അല്പം വൈകിയാണെങ്കിലും പുതിയ ഭാരവാഹി പട്ടിക വന്നത് സ്വാഗതാർഹമാണ്. അല്ല, ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. അതുകൊണ്ട് അതിനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുതിയ കമ്മിറ്റി പ്രസിഡൻ്റായി വെച്ച വ്യക്തിയും ജനീഷാണെങ്കിലും അബിൻ വർക്കിയാണെങ്കിലും എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരിപ്പോൾ ഒരു എല്ലാ രംഗത്തും ഉണ്ടല്ലോ വർക്കിംഗ് പ്രസിഡന്റുമാർ. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ മോശമാക്കണ്ട, അതും ഇരിക്കട്ടെ. യാത്ര തീർച്ചയായിട്ടും ശബരിമല സംരക്ഷണ യാത്ര ഈ കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികളോടൊപ്പമാണ്. വിശ്വാസികൾക്ക്, ഏത് മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവർക്കൊപ്പം എല്ലാ കാലത്തും പാർട്ടി നിന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ നയമാണ്. ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും ഒരേ നയമാണ് പാർട്ടിക്കുള്ളത്. ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായപ്പോൾ 7 മണിക്കൂറോളം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടാണ് പാർട്ടി അന്ന് വിശ്വാസികളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതും അന്നും ഇതുപോലെ മേഖലാ യാത്രകൾ നടത്തുകയുണ്ടായി. ഇന്നിപ്പോൾ ക്ഷേത്രത്തിലെ സ്വർണവും സ്വത്തും അപഹരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ രഹസ്യ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് യുവതീ പ്രവേശന കാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്നൊരു സാഹചര്യം. ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഇതിൻ്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതൊരിക്കലും ആർക്കും കൈ കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് 4 മേഖലകളിലായിട്ട് ഇന്ന് ആരംഭിക്കുന്നത്. ആ സമൻസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത്. കാരണം ED സമൻസ് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് ഏത് വിഷയത്തിനാണ്? ലാവലിൻ വിഷയത്തിലാണോ അതോ ലൈഫിൻ്റെ ആണോ? അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി മകനെക്കുറിച്ച് കുറേ പുകഴ്ത്തി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹമാണല്ലോ നല്ല പറയേണ്ടത്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, എന്തിനാണ് ED നോട്ടീസ് അയച്ചത്? അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായിപ്പോയി? ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകന് മുമ്പിൽ എന്താണ് EDക്കൊരു നിശബ്ദത? ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. 2023 ഫെബ്രുവരിയിൽ അയച്ച EDയുടെ സമൻസിന് എന്ത് സംഭവിച്ചു? അതാണ് ജനം ചോദിക്കുന്നത്. അതറിയണ്ടേ? ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയായ CPM
കേന്ദ്രം ഭരിക്കുന്ന BJP തമ്മിൽ ധാരണയുണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ലിസ്റ്റിലെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ എന്തിനാണ് ED ഇത്ര ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞല്ലോ. ഇപ്പോൾ അനുമതിയുണ്ട്. സൗദിയിലേക്ക് അനുമതിയില്ല എന്ന് അതും കിട്ടും. അതല്ലേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ട്. അതാണ് ഈ EDയുടെ സമൻസ് ആവിയായി പോയത്.